ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജില്ലയുടെ അക്ഷരങ്ങൾ വെച്ചിട്ട് ഫുഡ് കഴിക്കണം. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല ചലഞ്ചിനുള്ളത്, നമ്മുടെ ഷഫാസും ഉണ്ട് കേട്ടോ. ഷഫാസെ സെറ്റല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ ചലഞ്ച് ചെയ്യണ സമയം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ചലഞ്ച് തരാം. എന്തെന്ന് വെച്ചാല് നിങ്ങളുടെ ജില്ലയുടെ ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് ഫുഡിന്റെ പേര് കമന്റ് പൊളിക്കല്ലേ. അപ്പൊ എന്റെ ജില്ലയുടെ ആദ്യത്തെ അക്ഷരം ടീ ഉണ്ട്. അപ്പൊ ടീ വെച്ചിട്ട് നമ്മൾ ടീ ആണ് കുടിക്കാൻ പോണത്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റമായ ടീ നമ്മുടെ കൈ കിട്ടി. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം നമ്മൾ കംപ്ലീറ്റ് ചെയ്തുട്ടാ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ടീ വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ സംഭവം കഴിഞ്ഞു. അടുത്ത നമ്മ എച്ചിലേക്ക് പോകണ്ട. എച്ച് വെച്ചിട്ട് നമ്മ കുറെ മനസ്സിൽ വെച്ചിട്ടൊക്കെ വന്നാണ്, പക്ഷെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ലാസ്റ്റ് നമ്മ ഹോർലിക്സ് എടുത്തിട്ടാ. ഓക്കെ, അപ്പൊ ഹോർലിക്സ് കഴിക്കാൻ നമ്മുടെ ഇവിടുത്തെ പാടത്തുണ്ടാ വന്നിട്ടുള്ളേ. അപ്പൊ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ അക്ഷരമായ എച്ച് വെച്ചിട്ടുള്ള ഹോർലിക്സും കഴിച്ചു. അപ്പൊ നമ്മുടെ രണ്ടക്ഷരം കംപ്ലീറ്റ് ആയി. ഞാനിതുവരെ എന്റെ ജില്ല ഏതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് ഏതെന്ന് മനസ്സിലായ താഴെ കമന്റ് ചെയ്യട്ടാ. പിന്നെ അവിടെ പട്ടിസാറൊക്കെ എടുക്കണ്ടാ. അടുത്ത നമ്മുടെ അക്ഷരം ആറുണ്ടാ. അപ്പൊ ആറ് വെച്ചിട്ട് നമ്മ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണ്ട. നമ്മ ആറ് വെച്ചിട്ട് വാങ്ങാൻ പോണ ഐറ്റം റൊട്ടി ഉണ്ടാ. അപ്പൊ ഒരു റൊട്ടി അങ്ങ് ചോദിച്ചപ്പോ ചേട്ടൻ തന്ന മക്കളെ 2 റൊട്ടി പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് 2 റൊട്ടി തന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റൊട്ടിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ മൂന്നാമത്തെ അക്ഷരമായ ആറ് നമ്മ കംപ്ലീറ്റ് ചെയ്തിട്ടാ. അപ്പൊ നമ്മുടെ നാലാമത്തെ അക്ഷരമായ ഐന്ന് കേട്ടപ്പോ തന്നെ നമ്മുടെ മനസ്സിലെത്തിയത് ഐസ്ക്രീം ഉണ്ടാ. അപ്പൊ ബേക്കറി പോയി നമ്മൾ നേരെ ഒരു ഐസ്ക്രീം വാങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഐസ്ക്രീമും കഴിച്ച് നമ്മുടെ നാലാമത്തെ അക്ഷരം കംപ്ലീറ്റ് ചെയ്തുട്ടാ. ഇപ്പൊ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിണ്ടാവും നമ്മുടെ ജില്ല ഏതെന്ന്. നമ്മുടെ ജില്ല ഏതെന്ന് വെച്ചാൽ തൃശ്ശൂരുണ്ടാ. അടുത്ത നമ്മുടെ അക്ഷരം വരുന്നത് എസ് ഉണ്ടാ. എസ് വെച്ചിട്ട് നമ്മൾ സ്നിക്കേഴ്സ് ഉണ്ടാ കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ അക്ഷരമായ എസ് നമ്മൾ സ്നിക്കേഴ്സ് വെച്ച് തീർത്തപ്പോൾ വീണ്ടും അടുത്ത എസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ എസ് വെച്ചിട്ട് നമ്മൾ എന്നും കുടിക്കുന്ന സിപ്പപ്പ് തന്നെ കുടിച്ചാലാ. അങ്ങനെ നമ്മൾ കടയിൽ പോയി സിപ്പപ്പൊക്കെ വാങ്ങി സിപ്പപ്പ് കുടിച്ച് അതും കംപ്ലീറ്റ് ചെയ്തുട്ടാ. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്ത് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. നമ്മുടെ തൃശ്ശൂരിന്റെ അടുത്ത അക്ഷരമായിട്ട് വരുന്നത് യു ഉണ്ടാ. യു വെച്ചിട്ട് നമ്മ ഉള്ളിവട ഉണ്ടാ കഴിക്കാൻ പോണം. അവിടെ നമ്മ പോയപ്പോ ഉള്ളിവട, സവാള വട, പഴംപൊരി എല്ലാം ഉണ്ടായിട്ടാ. എല്ലാം നല്ല ചൂട്ടോടു കൂടി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഉള്ളിവട ആയതുകൊണ്ട് അത് മാത്രം വാങ്ങി നമ്മ ഇങ്ങോട്ട് പോകുന്നു. എന്റെ പൊന്നോ, ഉള്ളിവട എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള അടിപൊളി ഇരുന്നിട്ട് നല്ല ചൂട്ടോടു കൂടി അതങ്ങോട്ട് കഴിച്ചപ്പോ കിട്ടിയ സുഖയില്ലേ എന്റെ മച്ചാനെ. പിന്നെ നമ്മ അതീ കൂടെ ചമ്മന്തി ഒഴിച്ചൊരു പിടി പിടിച്ചിട്ടാ. എന്റെ പൊന്നു, സംഭവം ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ ഉള്ളിവട കഴിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇനി അവസാനത്തെ അക്ഷരമായ ആറ് കഴിക്കാൻ പോവാണ്. ആറ് വെച്ചിട്ട് കുറെ ഫുഡ് ഐറ്റങ്ങൾ ഉണ്ടെങ്കിലും നമുക്കൊന്നും ഓർമ്മ വന്നില്ല കേട്ടാ. അങ്ങനെ അവസാനം എന്റെ കണ്ണി പെട്ടത് ഈ ഒരു റോബസ്റ്റ് പഴമാണ്. അപ്പൊ അതും വാങ്ങി നേരെ വീട്ടിൽ. അങ്ങനെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ പഴം പഴുത്തുണ്ടായില്ല. പിന്നെ ഇതൊരു ചലഞ്ച് ആയതുകൊണ്ട് നമ്മ സംഭവം അങ്ങോട്ട് കഴിച്ച് നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തുട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര. അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.